ഡീസൽ വാഹനമാണ്, ഒടുക്കത്തെ മൈലേജാണ്, ഓട്ടോ ഉള്ളവർക്ക് ഭയങ്കര ലാഭമാണ്. ഇതൊക്കെ നമ്മൾ സ്ഥിരം ഡീസൽ വാഹനങ്ങളെക്കുറിച്ച് കേൾക്കുന്ന വിശേഷങ്ങളാണ്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നൊരു കാര്യം വേറെയാണ്. അതായത് നിങ്ങളൊരു ഡീസൽ വാഹനം എടുക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ മൈലേജിൻ്റെ കാര്യവും പവറിൻ്റെ കാര്യമൊക്കെ പറയാറുണ്ട്. എന്നാൽ ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജിനെ കുറിച്ചല്ലാതെ നമ്മൾ ഈ വാഹനത്തിൻ്റെ മെയിൻ്റെനൻസിനെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നത് വളരെ ചുരുക്കമാണ്. അതായത് എത്ര പേര് കേട്ടിട്ടുണ്ട് ഡീസൽ വാഹനത്തിൻ്റെ മെയിൻ്റെനൻസിനെ കുറിച്ച്? പലരും കേട്ടിട്ടുണ്ടായിരിക്കും ഡീസൽ വാഹനത്തിൻ്റെ മെയിൻ്റെനൻസ് കൂടുതലാണ്. എന്താണ് ഈ മെയിൻ്റെനൻസ് കൂടാനുള്ള കാര്യം? അഥവാ മെയിൻ്റെനൻസ് വരാതിരിക്കാൻ, കൃത്യമായിട്ടുള്ള സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് നമുക്ക് അധികം വരത്തില്ല. എന്നാൽ ഈ കൃത്യമായിട്ടുള്ള സർവീസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചാണ് നമ്മളിന്നിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഡീസൽ വാഹനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ ഫുള്ള് കണ്ടോണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ വാഹനം, അതായത് ഒരു ഡീസൽ വാഹനത്തിന് കംപ്ലൈൻറ്റ് വരാനുള്ള പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം തന്നെ ഡീസൽ വാഹനത്തിൽ വരുന്നൊരു പ്രധാന ഘടകമാണ് ഡീസൽ ഫിൽട്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വാഹനത്തിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന ഫ്യൂവൽ അഥവാ ഡീസൽ ഫ്യൂവലിനെ എന്തെങ്കിലും രീതിക്ക് അതിനകത്ത് ഫോറിൻ പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന പോലെ പ്യുവറായിട്ടുള്ളതല്ലാതെ എന്തെങ്കിലും അതിനകത്ത് വീണിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൽ മിക്സ് ആയിട്ടുണ്ടെങ്കിലോ അത് കൃത്യമായിട്ട് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫിൽട്ടർ എന്ന് പറയുന്ന യൂണിറ്റ്. അതായത് ഫിൽട്ടർ ഫുള്ളായിട്ട് അതിലോട്ട് ഡൈല്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫിൽട്ടർ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും ഇല്ല. എന്നാലും പാർട്ടിക്കിൾസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പൊടിയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഫിൽറ്ററിനകത്ത് അടഞ്ഞിരുന്ന് അല്ലെങ്കിൽ ഫിൽട്ടർ അതിനെ ബ്ലോക്ക് ചെയ്ത് ഫ്യൂവലിനെ അങ്ങോട്ട് വിട്ടോളും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ഡീസൽ ഫിൽട്ടർ കൃത്യമായിട്ടുള്ള സമയത്ത് മാറ്റിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഉറപ്പായിട്ടും ഡീസൽ കിട്ടാതെ വരും. ഡീസൽ കിട്ടാതെ വന്നാൽ എന്ത് സംഭവിക്കും? അതായത് ഡീസലിൻ്റെ അളവ് കുറയും. കൃത്യമായിട്ടൊരു ഫ്യൂവൽ ലൈനിൽ കൂടെ ഒരു ഫിൽട്ടർ വെച്ചിട്ടുണ്ട്, ആ ഫിൽട്ടർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കിട്ടുന്ന ഫ്യൂവലിൻ്റെ അളവ് കുറയും. അങ്ങനെ ഫ്യൂവൽ കുറയുന്ന സമയത്ത് ഏത് പാർട്ടിനാണ് കംപ്ലൈൻറ്റ് വരുന്നത് നിങ്ങൾക്കറിയോ? നിങ്ങളുടെ വാഹനത്തിലുള്ള ഡീസൽ പമ്പ് അഥവാ ഹൈ പ്രഷർ പമ്പ് എന്ന് പറയുന്ന യൂണിറ്റിന് ഉറപ്പായിട്ടും കംപ്ലൈൻറ്റ് വരും. എന്തുകൊണ്ട് കംപ്ലൈൻറ്റ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്നൊരു ഹൈ പ്രഷർ പമ്പ്, എന്താണ് ഹൈ പ്രഷർ പമ്പ് എന്നൊന്ന് പറഞ്ഞു പോയേക്കാം. അതായത് നമ്മുടെ വാഹനത്തിൽ, അതായത് ഒരു ഡീസൽ വാഹനത്തിൽ രണ്ട് പമ്പ് വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഫ്യൂവൽ ടാങ്കിനകത്ത്, അതായത് ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന ടാങ്കിനകത്ത് ഒരു പമ്പ് വരുന്നുണ്ട്. അതിനെ ലോ പ്രഷർ പമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പ്രഷർ കുറവാണ്, ചെറിയൊരു പ്രഷർ മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അതിനാണ് അതിൻ്റെ ലോ പ്രഷർ പമ്പ് എന്ന് പറയുന്നത്. പിന്നെ ഒരു മെയിൻ പമ്പ് വരുന്നുണ്ട്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ വരുന്ന ഒരു മെയിൻ പമ്പുണ്ട്. ഈ മെയിൻ പമ്പാണ് ശരിക്കും നമ്മുടെ മെയിൻ അസറ്റ് എന്ന് പറയാം. അതായത് ഒരു ഡീസൽ വാഹനത്തിൻ്റെ ഒരു മെയിൻ അസറ്റാണ് നമ്മുടെ ഈ ഡീസൽ പമ്പ് എന്ന് പറയുന്നത്, ഹൈ പ്രഷർ പമ്പ് എന്ന് പറയുന്നത്. അതായത് ഈ ഹൈ പ്രഷർ പമ്പിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നിങ്ങളുടെ വാഹനം സ്റ്റാർട്ട് ആവത്തില്ല. ഈ ഹൈ പ്രഷർ പമ്പിൻ്റെ ലൂബ്രിക്കേഷൻ അഥവാ അതിനകത്ത് വരുന്ന മെക്കാനിക്കൽ പാർട്സ് ആണ്. ഈ മെക്കാനിക്കൽ പാർട്സിൻ്റെ ലൂബ്രിക്കേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡീസൽ യൂസ് ചെയ്ത് തന്നെയാണ്. അതല്ലാതെ അതിന് വേറെ ഓയിൽ സർക്കുലേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ല. അന്നേരം ഈ പറയുന്ന ഡീസൽ കൃത്യമായിട്ട് അവിടെ എത്തിയില്ല, ഡീസൽ അവിടെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഇനി ഡീസൽ ഇല്ലാതെ നിങ്ങൾ വാഹനം ഓടിച്ചു, അതായത് ഡീസൽ തീരാറായി നിങ്ങൾ പിന്നെയും വാഹനം ഓടിക്കുകയാണെങ്കിൽ ഇത് സക്ക് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ഇത് കറക്കം നടക്കുന്നുണ്ട്, അവിടെ തേയ്മാനം ഉണ്ടാവും, അതായത് വെയറുണ്ടാവും. അങ്ങനെ വെയറുണ്ടാകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ പമ്പിന് കംപ്ലൈൻ്റ് ആവും. ഒന്നാമത്തെ കാര്യം, ഫ്യൂവൽ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ ഡീസൽ വാഹനത്തിന് കംപ്ലൈൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, ഫ്യൂവൽ ഫിൽട്ടർ മാറിയില്ലെങ്കിൽ അഥവാ ഡീസൽ ഫിൽട്ടർ മാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കൃത്യമായിട്ടുള്ള ഫ്യൂവൽ കിട്ടത്തില്ല, ഡീസൽ പമ്പിന് പ്രശ്നം വരും, അവിടെയും പ്രോബ്ലമായി. മൂന്നാമത്തെ കാര്യം, നല്ല ഡീസൽ അല്ല നമ്മൾ ഫില്ല് ചെയ്യുന്നതെങ്കിൽ, അതായത് ചിലപ്പം ഈ വല്ലം ജാറിലൊക്കെ ഓപ്പൺ ആക്കിയിട്ട് വെച്ച് വല്ലം ഡീസൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ എന്നാൽ ലാഭത്തിന് കിട്ടിയാൽ എടുത്ത് ഒഴിച്ചേക്കാം. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഡീസലിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഡീസലിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് അറ്റ്മോസ്ഫിയറിലെ വാട്ടർ കണ്ടന്റ് വലിച്ചെടുക്കാനുള്ള സാധ്യത ഡീസലിനുണ്ട്. അതുകൊണ്ടാണ് ഡീസൽ വണ്ടികൾക്കെല്ലാം വാട്ടർ സെൻസർ എന്ന് പറയുന്നൊരു സെൻസർ കൊടുത്തിട്ടുണ്ട്. അതായത് ഡീസലിനകത്ത് എന്തെങ്കിലും രീതിക്ക് വെള്ളത്തിൻ്റെ അംശം ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്ടർ സെൻസർ കൊടുത്തിരിക്കുന്നത്. ഈ വാട്ടർ സെൻസർ എന്തിന് കൊടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളത്തിൻ്റെ എന്തെങ്കിലും അംശം നമ്മുടെ പമ്പിലോട്ടോ വല്ലതും ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പമ്പിന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ഡീസൽ പമ്പിന് കംപ്ലൈൻറ്റ് വരാനുള്ളൊരു കാര്യം. അതുകൊണ്ട് ഫിൽറ്റർ കൃത്യമായിട്ട് മാറിവിട്ടാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതായത് ചെറിയൊരു ലാഭം നമ്മൾ നോക്കാൻ പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? വലിയൊരു നഷ്ടം അവിടെ വരും. ഇതിപ്പോൾ ലാഭം നോക്കാനായിരിക്കത്തില്ല, സമയക്കുറവ് കൊണ്ട് നിങ്ങൾ മിക്കവാറും ഇത് ചെയ്യാൻ മറന്നു പോകുന്ന കാര്യം പിന്നീട് ഒരു വലിയ പ്രശ്നമാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം ഒരു കാരണവശാലും മറക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ പറയുന്ന ഹൈ പ്രഷർ പമ്പൊക്കെ ഒരു ഏകദേശം 10-30,000 രൂപ വില വരുന്നൊരു പമ്പാണ്. ഈ ഒരു പമ്പ് മാറുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല. അപ്പം ഈ ഒരു പമ്പിന് കംപ്ലൈൻറ്റ് വരാതിരിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ഉണ്ടാക്കാതിരിക്കുന്ന സാഹചര്യം നമ്മൾ തന്നെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, എയർ ഫിൽറ്റർ എന്ന് പറയുന്നൊരു യൂണിറ്റ്. ഈ ഡീസൽ വാഹനത്തിൻ്റെ എയർ ഫിൽറ്റർ കൃത്യമായിട്ട് നിങ്ങൾ മാറിവിട്ടില്ലെങ്കിൽ പവർ ഔട്ട്പുട്ടും കാര്യങ്ങളൊന്നും കറക്റ്റ് ആകത്തില്ല. അങ്ങനെ പവർ ഔട്ട്പുട്ട് കാര്യങ്ങൾ കറക്റ്റ് ആകാതെ വരുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ ഫ്യൂവൽ ബേണിംഗ് പ്രശ്നം വരും. ഫ്യൂവൽ ബേണിംഗ് പ്രശ്നം വരുമ്പോഴത്തേക്കും കാർബൺ ഡെപ്പോസിറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കാർബൺ ഡെപ്പോസിറ്റ് കൂടിക്കഴിഞ്ഞാൽ വാഹനത്തിന് പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഈ പറഞ്ഞൊരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ചോണം. അതായത് ഡീസൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒരു വലിയ റോൾ
കൺട്രോൾ തന്നെയാണ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഒരുവിധം നിങ്ങൾ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ പകുതി പ്രശ്നങ്ങൾ തീർന്നു. പിന്നെ വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് EGR യൂണിറ്റ്, ഇൻ്റർകൂളർ യൂണിറ്റ്. EGR യൂണിറ്റിൽ ശരിക്കും നല്ല രീതിക്ക് കാർബൺ ഡെപ്പോസിറ്റ് വരും. ഇൻ്റർകൂളർ എന്ന് പറയുന്ന യൂണിറ്റ് ടെർബോ ആയിട്ട് കണക്റ്റഡ് ആണ്, എയർ വലിച്ചെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ചെറിയ രീതിക്ക് ഓയിൽ പ്രസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൃത്യമായിട്ട് ഓരോ 30,000 കിലോമീറ്റർ കൂടുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻ്റർകൂളറും EGRഉം ക്ലീൻ ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടെർബോയ്ക്ക് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നതായിരിക്കത്തില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡീസൽ വാഹനം എടുക്കാം, നല്ലൊരു മൈലേജ് കിട്ടുന്നതായിരിക്കും.